നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഒരു അത്ഭുതമാണ്. ഉത്തർപ്രദേശിൽ മാതൃമരണ നിരക്ക് 141. കേരളത്തിലത് നേരത്തെ പറഞ്ഞു 18. നീതി ആയോഗ് പറയുന്നു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്ത് 100-ൽ 11 പേർ ദരിദ്രരാണ്. കേരളത്തിൽ 200-ൽ ഒരാളെന്ന നിലക്കാണ്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസനത്തിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. രാജ്യത്ത് തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന ദിവസവേതനം ലഭിക്കുന്നത് കേരളത്തിലെന്നാണ്. നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരി 362 രൂപയാണ്. കേരളത്തിൽ 829 രൂപയാണ്. 300-ഉം 800-ഉം. ഇതാണ് തൊഴിലാളിയുടെ അന്തസ്സ്, തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനിടയാകുന്നത്. ഇന്ത്യ ടുഡേ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലാണ് എന്നാണ്. ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. വികസനത്തിൻ്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളും അറിയണം. വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. വികസനമെന്നത് അമ്പരചുംബികൾ മാത്രമല്ല, മനുഷ്യൻ്റെ സന്തോഷം കൂടിയാണ്. ഇവിടെ പല കാര്യങ്ങൾ രാജ്യത്തിന് മാതൃകയായി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ സെൻറ്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഇതെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളവയാണ്. നാം നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നാളത്തെ തലമുറക്ക് വേണ്ടിയുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കൂടിയാണ് നാം ശ്രമിക്കുന്നത്. ഇൻ്റർനെറ്റ് ഒരു മൗലികാവകാശമായി പ്രഖ്യാപിച്ച നാടാണ് നമ്മുടേത്. രാജ്യത്തെവിടെയും പച്ചക്കറിക്ക് താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല. അതാദ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ പൊതുവായി സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നിരക്ക് അത് ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇന്ത്യ സ്കിൽസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 അവരുടെ റിപ്പോർട്ട് തൊഴിൽ വൈദഗ്ധ്യമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി ചെയ്യാൻ ഏറ്റവും മുൻഗണന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സ്കോറിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. നമ്മുടെ സ്കോറ് 0.758 ആഗോള ശരാശരി 0.754. അതിൻ്റെയും മുകളിലാണ്
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നാം നിൽക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ, അതായത് ഭൗതിക ജീവിത നിലവാര സൂചിക, 95.34 സ്കോറോടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതായി നിൽക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ നഗരങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള നഗരങ്ങൾ രാജ്യത്തെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ മെട്രോ നഗരങ്ങളേക്കാൾ മുന്നിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, വായുവിൻ്റെ ഗുണനിലവാരം, പൊതുസൗകര്യങ്ങൾ, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക്, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ നേട്ടത്തിന് കാരണം. രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ്. പൊതുസുരക്ഷ, ലിംഗസമത്വ മനോഭാവം, ഈ കാര്യങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് നമ്മുടെ നാട് കാഴ്ചവെക്കുന്നത്. ഇവിടെ UNDP വിദ്യാഭ്യാസ സൂചികയിൽ ഉയർന്ന സാക്ഷരതയും സ്കൂൾ പഠനവർഷങ്ങളും സംബന്ധിച്ച കേരളത്തിൻ്റെ സ്കോർ 0.77 ആണ്. രാജ്യത്തിൻ്റെ സ്കോർ 0.56 ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇൻഡെക്സിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2022 സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ 30 പരിഷ്കരണ മേഖലകളിൽ 9 എണ്ണത്തിൽ കേരളത്തെ ടോപ്പ് അച്ചീവറായി തിരഞ്ഞെടുത്തു. തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം 2021 32.3%. 23-24 ആയപ്പോൾ അത് 36.4% ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിൻ്റെ സ്കോർ 65.2 ആണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. ദേശീയ ശരാശരി 58.3 ആണ്.